Let me answer the question. Please don't interrupt me. Please don't interrupt me. You ask me a question. Please. This is my press conference. വണക്കം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നോക്കി സുഡാപ്പികൾ കിടന്ന് ഇവിടെ പരിഹാസ ശരങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ അവന്മാർക്ക് അതേ അറിയൂ. വിവരവും വിദ്യാഭ്യാസവും തൊട്ട് തീണ്ടിയിട്ടില്ല. ചന്ദ്രനെ പിളർത്തി അപ്പുറത്തോട്ടെത്തി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടീമാണ്. യവന്മാരുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഒന്നും പറയാത്തത്. പിന്നെ സുഡാപ്പികളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ടൂർ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ ഭയങ്കരമായിട്ട് പരിഹസിച്ചിരുന്നു. അദ്ദേഹം ടൂർ പോകുന്നത് കൊണ്ടാണ് കഴിഞ്ഞ തവണ, അതായത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ നടന്നല്ലോ, ആ സിന്ദൂർ നടന്ന സമയത്ത് നിൻ്റെയൊക്കെ തലയിൽ മിസൈൽ വന്ന് വീഴാത്തത്. അതിൽ നിനക്കൊക്കെ വലിയ സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. പാകിസ്ഥാനെ അടിക്കല്ലേ എന്നാണ് അവന്മാർ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ടോൺ ഇങ്ങനെയായിരുന്നു: യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ല മക്കളെ എന്നാണ് അവന്മാർ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പറഞ്ഞത്. കാരണം പാകിസ്ഥാൻ അടികൊണ്ട് ഷഡ്ഡി കിളിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. യുവമാർ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഇന്ത്യ ഇത്രയ്ക്ക് സെറ്റപ്പായി പോയി എന്ന് യുവമാർ വിചാരിച്ചില്ല. ഒരു മെസ്സൈലെങ്കിലും ഇങ്ങോട്ട് വീഴും പാകിസ്ഥാൻ്റെ, അങ്ങനെ ഒരു 500 പേര് മരിക്കും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ തെരുവിലിറങ്ങി സമരം ചെയ്യാം എന്നാലും യുവമാർ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ ആ കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റിപ്പോയി എന്നുള്ളത് മാത്രമല്ല, അവസാനം പാകിസ്ഥാൻ ബാക്ക്ഡോർ വഴി ഇന്ത്യയുടെ കാല് വന്ന് പിടിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഇന്ത്യയുടെ ഒരു മെസ്സേജ് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് വീഴാത്തത് കൊണ്ടാണ് ആ ഒരു വിഷമത്തിലാണ് അവന്മാർ യുദ്ധമൊന്നിനും പരിഹാരമല്ല, ഒന്ന് നിർത്താൻ പറ, അയ്യോ എന്തിനടി അടിക്കണം എന്നൊക്കെ അവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മളും ചോറ് തന്നെയാണ് തിന്നണത്, കേട്ടല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി ടൂർ പോകുന്നു എന്നാണ് അവന്മാർ പറയുന്നത്. ആദ്യം UAE-യിലേക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി UAE-യിലേക്ക് പോയ ശേഷം അദ്ദേഹം അവിടെ എന്താണ് ചെയ്തത്? 30 ദശലക്ഷം ബാരൽ എണ്ണ, ക്രൂഡ് ഓയിൽ ഇന്ത്യയുടെ ഭൂഗർഭ സംഭരണികളിൽ കൊണ്ടുവന്ന് ശേഖരിച്ച് വയ്ക്കാനുള്ള ഒരു പദ്ധതിയാണ് അദ്ദേഹം അവിടെ ആവിഷ്കരിച്ചിട്ട് തിരിച്ചു പോയത്. അതായത് UAE ഇന്ത്യയിൽ ഈ 30 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇവിടെ സ്റ്റോർ ചെയ്യും. അതാണ് ആ പദ്ധതി എന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ആ ക്രൂഡ് ഓയിൽ വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് കരസേനാ ജനറൽ വന്ന് പറയുന്നു, രാജ്നാഥ് സിംഗ് വന്ന് പറയുന്നു, പാകിസ്ഥാനുമായി ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം ഈ ടാങ്കൊക്കെ ഉരുളണ്ടേ, വിമാനമൊക്കെ പറക്കണ്ടേ, അതിന് എണ്ണ എന്ന് പറഞ്ഞൊരു സാധനം വേണം. മൈലേജ് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ യുദ്ധത്തിന് കൊണ്ടുപോയി ടാങ്ക് ഉരുട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എണ്ണ വേണം. ആ എണ്ണ എന്താണ്, യുദ്ധത്തിന് വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് 30 ദശലക്ഷം ബാരൽ എണ്ണ ഇവിടെ UAE കൊണ്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. UAEക്ക് അത് എടുക്കാം, നമുക്കും എടുക്കാം. നമ്മളെടുക്കുന്ന എണ്ണയ്ക്ക് നമ്മൾ പൈസ കൊടുത്താൽ മാത്രം മതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി നോർവേയിലോട്ട് പോയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നോക്കി അവിടെ ഒരു മാധ്യമപ്രവർത്തക ഗർജിച്ചു എന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മാധ്യമപ്രവർത്തകയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്തില്ല, മുഖം തിരിച്ച് കളഞ്ഞു. ഇതാണ് അവിടെ 56 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ ഇവിടെ കിടന്ന് ക്രിമികടി കൊള്ളുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ അതൊരു പ്രസ് കോൺഫറൻസ് അല്ല, അതൊരു ബ്രീഫിംഗ് ആണ്. അതായത് 2 രാജ്യത്തെ മന്ത്രിമാർ അല്ലെങ്കിൽ 2 രാജ്യത്തെ തലവന്മാർ തമ്മിൽ മീറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് എന്തിനാണ് നമ്മൾ കണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത് എന്നൊരു ബ്രീഫിംഗ് കൊടുക്കും. അവിടെ മാധ്യമപ്രവർത്തകർ അത് എഴുതിയെടുത്ത ശേഷം മാധ്യമപ്രവർത്തകർ പിരിയും. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ബ്രീഫിംഗ് കഴിഞ്ഞ ശേഷം പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അങ്ങറ്റത്ത് നിന്ന് ഏതോ ഒരു വിളവാക്കത്തുനിന്നൊരു ശബ്ദം വരുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കാത്തത്? ഇതാണോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം? നോർവേ പ്രസ് ഇൻഡെക്സിൽ നമ്പർ 1 ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഭീകരമായിട്ടുള്ള ശബ്ദമാണ് വന്നത്. അപ്പോൾ ഞാനും ആലോചിച്ചു, ഇത് ആരുടെ ഇത്? അല്ല, ഇതാരും നമുക്കിത് അറിയണമല്ലോ, ഇതാരാണ് ഈ സംഭവം? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. VD സതീശൻ്റെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തക ഒരു സൈഡിൽ നിന്ന് KSRTCക്ക് ഫ്രീ കൊടുക്കണല്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് സത്യപ്രതിജ്ഞയാണ്. സത്യപ്രതിജ്ഞ കഴിച്ച് പ്രസ് കോൺഫറൻസ് നടത്തിയാൽ പുള്ളി പറയും, നടത്തിയില്ലെങ്കിൽ പറയില്ല. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആ ബ്രീഫിംഗ് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അപശബ്ദം ഉയർന്നു വന്നു. ഇതാരാണ് ഈ മാധ്യമപ്രവർത്തകൻ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ മലയാള മാധ്യമങ്ങൾ, സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പൊക്കി തലയിൽ വയ്ക്കുമല്ലോ, ആരാണെന്ന് ഞാനൊന്ന് നോക്കിയപ്പോഴാണ് അറിയാനായിട്ട് സാധിച്ചത്. മോദിയുടെ ആ ചോദ്യം വൈറൽ. ആരാണ് നോർവീജിയൻ മാധ്യമപ്രവർത്തക ഹെല്ലെ ലിങ്ക്?
എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കേരള കൗമുദിയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഹെല്ലെ ലിങ്ക് ആരാണെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചത് വായിച്ചു തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്യൻ പര്യടനത്തിനിടെ മാധ്യമ സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശങ്ങളെയും ചൊല്ലി വിദേശ മാധ്യമങ്ങളും ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളും തമ്മിൽ നടന്ന വാക്പോരാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത്. അതൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി ആരാണ് ഹെല്ലെ ലിങ്ക് എന്ന് പറ, അതല്ലേ നമ്മുടെ തലക്കെട്ടെന്ന് പറയുന്നത്, പറയുമായിരിക്കും. നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുമായി വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി സിബി ജോർജ് നടത്തിയ കടുത്ത വാദപ്രതിവാദങ്ങളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെയും അവകാശ ലംഘനങ്ങളെയും കുറിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമ പ്രവർത്തകയോട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ കോടതികളെ സമീപിക്കാനാണ് സിബി ജോർജ് മറുപടി നൽകിയത്. ഇങ്ങനെയല്ല സിബി ജോർജ് മറുപടി നൽകിയത്, നല്ല ചെവക്ക കൊടുത്തിട്ടാണ് സിബി ജോർജ് പറഞ്ഞത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ കോടതികളിലേക്ക് പോയി നോക്കൂ എന്ന് സിബി ജോർജ് പറഞ്ഞു. ആ മൊത്തത്തിലുള്ള പ്രസ് കോൺഫറൻസിലെ പ്രസക്ത ഭാഗങ്ങൾ ഏകദേശം 17 മിനിറ്റോളം വരും. ആ 17 മിനിറ്റിലും അദ്ദേഹം എന്താണ് ഇന്ത്യയെന്നും ഇന്ത്യയെ എങ്ങനെയാണ് ഇന്ത്യയുടെ ജനങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതെന്നും ഇന്ത്യയെ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നും കൃത്യമായി അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഉത്തരം മുട്ടി. ഈ ഉത്തരം മുട്ടിയപ്പോൾ ഈ ഹെല്ലെ ലിങ്ക് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒന്നും പറയാനില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരു മാധ്യമപ്രവർത്തക അവിടെ നിന്ന് ഇറങ്ങിപ്പോയ മാധ്യമപ്രവർത്തക പിന്നെയും ആരൊക്കെയോ വശീകരിച്ച് തിരിച്ചു കൊണ്ടിരുത്തി. ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി പ്രധാനമന്ത്രി മോദിയും നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറും സംയുക്ത പ്രസ്താവന നടത്തി വേദി വിടുന്നതിനിടെയാണ് നാടകീയ സംഭവങ്ങളുടെ തുടക്കം. എങ്ങനെയാണ് സംയുക്ത പ്രസ്താവന? അതൊരു പ്രസ് കോൺഫറൻസ് അല്ല, അതൊരു ബ്രീഫിംഗ് ആണ്, സംയുക്ത പ്രസ്താവനയാണ്. നോർവീജിയൻ പത്രമായ ഡാക്സാവിസനിലെ മാധ്യമപ്രവർത്തക ഹെല്ലെ ലിങ്ക് സെൻസ്വൽ പ്രധാനമന്ത്രി മോദി ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കുകയായിരുന്നു. അവിടെ അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യം പോലുമില്ല. അതിൻ്റെ ഇടയിൽ ഇവർ ഒച്ചത്തിൽ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ശ്രദ്ധിച്ചതുപോലുമില്ല. ഇനി പുറത്തിറങ്ങിയിട്ട് ലോകത്തിലെ നമ്പർ 1 ആണല്ലോ മാധ്യമ ഇൻഡെക്സിൽ. ഇൻഡെക്സിൻ്റെ കണക്കൊക്കെ കോമഡിയാണ്. കാരണം നമ്മളെക്കാട്ടിലും സന്തോഷം അനുഭവിക്കുന്ന ജനതയാണ് പാകിസ്ഥാനിലുള്ളതും ബംഗ്ലാദേശിലുള്ളതും ഹാപ്പിനെസ് ഇൻഡെക്സിലും. അങ്ങനെയാണ് കിടക്കുന്നത്. അങ്ങനെയാണ് അവർ ഇൻഡെക്സൊക്കെ പടച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ച ഈ നോർവീജിയൻ ഹെല്ലെ ലിങ്ക് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരെ എല്ലാവരും അറിഞ്ഞു. ഇനി നോർവേ മന്ത്രി ഉണ്ടല്ലോ, നോർവേയുടെ തലവൻ, ആ തലവനോട് അയാൾ പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ഓടിക്കൂടി അണ്ണാ എന്തെങ്കിലും പറയണ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ അങ്ങനെ മാറിയില്ല എന്ന് പറഞ്ഞ് ഓട്ടിച്ച് വിടുന്നൊരു സീനുണ്ട്. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സീൻ. Why don't you take a few questions from the Indian reporters and show them how we do it here in Norway? Yes. ഇതാണ് നോർവേയിലെ മന്ത്രി ചെയ്തത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് നമ്മുടെ ആൾക്കാർ ചോദ്യം ചോദിക്കാൻ ചെന്നപ്പോൾ ഇയാൾ അവരെ മൈൻഡ് ചെയ്യാതെ നടന്നു പോവുകയായിരുന്നു എന്നുള്ളതാണ്. കാരണം അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് മൈൻഡ് ചെയ്യാത്തത് എന്നുള്ളത്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ ഫേസ് ചെയ്യാത്തത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെ സർജിക്കൽ സ്ട്രൈക്കിൽ പഴംപുരിക്ക് റബ്ബർ ബാൻഡ് ഇട്ട പോലെ വന്ന് നിൽക്കുന്ന നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണ അണ്ണൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം താത്വിക ആചാര്യനാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നരേന്ദ്രമോദി വളരെ മീഡിയ ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മീഡിയ ഫ്രണ്ട്ലി ആയിരുന്നു, അദ്ദേഹം എല്ലാ മാധ്യമങ്ങളെയും കാണുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വരെ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്നും ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. പിന്നെ എന്നു മുതലാണ് മോഡി മീഡിയ ഫ്രണ്ട്ലി ആയി മാറാത്തത് എന്നുള്ളൊരു ചോദ്യത്തിന് ഗുജറാത്ത് കലാപം നടന്നപ്പോൾ മോഡിയെ ഇവിടെയുള്ള മീഡിയ അങ്ങേയറ്റം ദ്രോഹിച്ചു. അതായത് ഒരു കലാപം നടക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ കലാപം അടിച്ചമർത്താനാണ് ചെയ്യേണ്ടത്. ബർഖാദത്ത് എന്ന് പറഞ്ഞൊരു കുരുട്ടുണ്ട്. എവരാണെങ്കിൽ സൂറത്തിൽ ചെന്ന് നിന്നിട്ട് അവരെ NDTVയിലാണെന്ന് അവർ വർക്ക് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒന്ന് വിളിച്ച് പറയുകയാണ്, ഇവിടെ നോക്കൂ, ഇവിടെ കലാപകാരികൾ എത്തിയിട്ടില്ല, ഇവിടെ ശാന്തമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ കലാപകാരികൾ ഇത് കണ്ടുകൊണ്ട് അവിടെ ഇരച്ചെത്തി സൂറത്ത് ഒരു കൊലക്കളമാക്കി മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. മോദി അവരെ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്ത് തെണ്ടിത്തരമാണ് ഈ കാണിക്കുന്നത് എന്ന് മോദി അവരോട് ഡയറക്റ്റ് ചോദിച്ചു. അതിനുശേഷവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BBC കൊടുത്ത അഭിമുഖത്തിൽ മോദി കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് എല്ലാ ഭാഗത്തും ഞാൻ പല കാര്യങ്ങളും പഠിച്ചു, പക്ഷെ പഠിക്കാത്തതായിട്ട് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ മീഡിയയെ എങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ളതിലാണ് അതിലാണ് എനിക്ക് വിദ്യാഭ്യാസത്തിന് കുറവുണ്ടായത്, പ്രാവീണ്യമില്ലായിരുന്നത്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം മീഡിയ
കൃത്യമായിട്ടാണ് ഡീൽ ചെയ്തത്. നേരത്തെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തായിരുന്നെങ്കിൽ ബോബനും മോളിയിലെ പട്ടിയെ പോലെ മൻമോഹൻ സിംഗ് എവിടെ പോയാലും യുവമാർ പിറകേന്ന് പോകുമായിരുന്നു. പഴംപൊരിയും ചായയും മറ്റേ ജിഞ്ഞും വോഡ്കയും ബിസ്കിയൊക്കെ അടിക്കാനായിട്ട് പോകുമായിരുന്നു. അടിച്ച് നൂന്ന് പൂണിയൊക്കെ വീർപ്പിച്ച് തിരിച്ചു വരുമായിരുന്നു. എല്ലാം നമ്മുടെ പൈസയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി എവിടെയെങ്കിലും പോകുമ്പോൾ DD ന്യൂസിൻ്റെ ആളെ കൊണ്ടുപോകും. വിഷ്വൽ എടുത്ത് അവന്മാർക്ക് കൊടുത്താൽ മതി, അത് മതി, കൂടുതലൊന്നും വേണ്ട. വിഷ്വൽ എടുക്കും, തരും, ആ വിഷ്വൽ അങ്ങോട്ട് കാണിച്ചാൽ മതി എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളോട് മീഡിയ ഫ്രണ്ട്ലി ആകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഉണ്ണിയണ്ണം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ മാധ്യമങ്ങളുടെ പരിലാളന ഒട്ടും ഏറ്റുവാങ്ങാതെ വളർന്ന ഒരു നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നേതാവായി, മാധ്യമങ്ങളുടെ ഒരു പരിലാളനയും ഇല്ലാതെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നേതാവായി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ഹെല്ലെ ലിങ്ക് എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം അറിയാൻ സാധിച്ചു. ഷീസ് എ നോർവീജിയൻ ജേർണലിസ്റ്റ് ദാറ്റ് ഓൾമോസ്റ്റ് നോബഡി ഹാഡ് ഹേർഡ് ഓഫ്. ആരും കേൾക്കാത്ത ഒരു നോർവീജിയൻ ജേർണലിസ്റ്റാണ് ഈ ഹെല്ലെ ലിങ്ക് എന്ന് പറയുന്നത്. ഇവർക്ക് എക്സ് പ്ലാറ്റ്ഫോമിൽ 1.6K ഫോളോവേഴ്സാണുള്ളത്. അതായത് വെറും 1600 പേർ മാത്രം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഈ ഹെല്ലെ ലിങ്ക് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക. ഇനി ഇവർ 2 വർഷം ഇവരെ പറ്റി ഒരു അറിവുമില്ല, ഇവർ സൈലൻറ്റിലായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇവർ എക്സിൽ യാതൊരുവിധ പ്രക്രിയകളും നടത്തിയിരുന്നില്ല, റീട്വീറ്റിംഗ് സ്റ്റഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ദെൻ ഔട്ട് ഓഫ് നോ വെയർ ഷീ ഡ്രോപ്സ് ദിസ് tweet grandstanding against PM Modi for not taking questions after a joint statement with Norway's PM. 2 വർഷം ഇവർ ട്വീറ്റ് ചെയ്യാതിരുന്നിട്ടാണ് പെട്ടെന്ന് പൊടുന്നനെ ഇവരെന്ത് ചെയ്തത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു ട്വീറ്റുമായി രംഗത്തെത്തുന്നത്. വിത്തിൻ മിനിറ്റ്സ് ദ എൻറ്റയർ ഇന്ത്യൻ ലെഫ്റ്റ് കോൺഗ്രസ് എക്കോസിസ്റ്റം കിക്സ് ഇൻ ആൻഡ് സ്റ്റാർട്ട് ആംപ്ലിഫൈങ് ഹെർ ഇൻ പെർഫെക്റ്റ് സിങ്ക്. മിനിറ്റുകൾക്കകം ഈ 1.6K ഫോളോവേഴ്സുള്ള ഇവരുടെ ആ ട്വീറ്റ് നമ്മുടെ ഇന്ത്യയിലെ കോൺഗ്രസും ലെഫ്റ്റിസ്റ്റുകളും എടുത്ത് വൈറലാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ടേൺസ് ഔട്ട് ഹെർ പേപ്പർ ഡാക്സേവിയൻ ഈസ് ടൈനി. ഇനി ഡാക്സേവിയൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഡാക്സേവിയൻ എന്ന് പറയുന്നതൊന്നുമല്ല. അതായത് നോർവേയിലെ 3 മണി പത്രമായിട്ടുള്ള ഫ്ലാഷാണ് ഈ ഡാക്സേവിയൻ എന്ന് പറയുന്ന പത്രം. ഈ ഡാക്സേവിയൻ എന്ന് പറയുന്ന ഈ പത്രം 15,000 പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഇതിനുള്ളൂ. മാസീവ് ഡ്രോപ്പുള്ളൊരു പത്രമാണ് ഈ പത്രം എന്ന് പറയുന്നത്. ബ്ലീഡിങ് മണി ആൻഡ് സർവൈവിങ് മോസ്റ്റ്ലി ഓൺ ഗവൺമെൻറ് സബ്സിഡീസ്. ഗവൺമെൻറ് സബ്സിഡി കൊടുത്ത് സർവൈവ് ചെയ്യിപ്പിക്കുന്ന ഒരു പത്രമാണ് ഈ പത്രം എന്ന് പറയുന്നത്. ഹാർഡ്ലി ദ കൈൻഡ് ഓഫ് ഔട്ട്ലെറ്റ് യു ആർ എക്സ്പെക്റ്റഡ് ടു ഗെറ്റ് ആൻ ഒഫീഷ്യൽ ഇൻവൈറ്റ് ടു എ ഹൈ ലെവൽ ബൈലാറ്ററൽ ഇവൻറ്റ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇങ്ങനെയുള്ളൊരു പത്രത്തിലുള്ളൊരു ജേർണലിസ്റ്റിന് എങ്ങനെ ഇത്രയും വലിയൊരു ബൈലാറ്ററൽ ഇവൻറ്റിലേക്കുള്ളൊരു ക്ഷണം കിട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അതൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. മാധ്യമപ്രവർത്തകനാണ് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകയാണ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും എല്ലായിടത്തും ആക്സസ് കിട്ടിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറ്റ് വാസിൻറ്റ് ഇവർ എ പ്രോപ്പർ പ്രസ് കോൺഫറൻസ്. ഇറ്റ് വാസ് എ സ്റ്റാൻഡേർഡ് ജോയിൻറ്റ് ബ്രീഫിംഗ് വെയർ ബോത്ത് ലീഡേഴ്സ് സ്പീക്ക് ആൻഡ് ലീവ്. ക്ലാസിക് സ്റ്റേജ്ഡ് മൊമെൻറ്റ്. ഇറ്റ് ഫ്ലോസ് ലൈക്ക് സംതിങ് എ ഷാർപ്പ് ഒബ്സർവർ വുഡ് ആക്ച്വലി റൈറ്റ് ഓർ സേ വൈൽ കീപ്പിംഗ് ഓൾ ദ ഒറിജിനൽ സ്കെപ്റ്റിസം ആൻഡ് ആഡിങ് ദ ഇമ്പോർട്ടൻറ്റ് കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും കമ്മിക്കുട്ടന്മാരും സുഡാപ്പികളും എടുത്തു വെച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തു തന്നെയായിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ് കോൺഫറൻസ് നടത്തേണ്ട ആവശ്യം അങ്ങേർക്കില്ല. അങ്ങേര് കൃത്യമായിട്ട് ജനങ്ങളോടാണ് സംവദിക്കുന്നത്. അല്ലാതെ അങ്ങേർക്ക് വൈകുന്നേരം 6 മണിക്ക് വന്ന് ഡെയിലി വന്ന് പ്രസ് കോൺഫറൻസ് നടത്തേണ്ട കാര്യമില്ല. അങ്ങനെ നടത്തിയാൽ തന്നെ നീയൊക്കെ എന്തിനാണ് പറയാൻ പോണത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലേ, ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കോവിഡിൻ്റെ സമയം നരേന്ദ്രമോദി വന്ന് പറയുകയാണ് കോവിഡ് വാക്സിൻ എല്ലാവർക്കും സൗജന്യമായിട്ട് ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാലും നീയൊക്കെ എന്തോന്ന് പറയും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങൾക്കെല്ലാം കോവിഡ് വാക്സിൻ തരാൻ പോകുന്നു, ഭീകരമായിട്ടുള്ള തീരുമാനം എന്നൊന്നും നീയൊന്നും പറയാൻ പോകുന്നില്ലല്ലോ. അതിലും എന്തെങ്കിലും കന്നന്തിരിവ് കണ്ടെത്തി അങ്ങേരെ താറടിക്കാനല്ലേ നോക്കൂ. അതിപ്പോൾ അങ്ങേര് പ്രസ് കോൺഫറൻസ് തരാതെ തന്നെ നീയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ അങ്ങ് ചെയ്തുകൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് പ്രസ് കോൺഫറൻസിന് ഇരുന്ന് തന്നിട്ട് അദ്ദേഹം പറയുകയാണ് നാളെ മുതൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും പെട്രോൾ ഫ്രീ എന്ന് പറയുകയാണെങ്കിൽ അതിൽ പോലും നീയൊക്കെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് കണ്ടെത്തി അതേ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് കലാപം തൊട്ട് പറയുന്നത്. ഞാൻ പ്രസ് കോൺഫറൻസിന് തരില്ല, എനിക്ക് തരാൻ താല്പര്യമില്ല, നിൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പ്രധാനമന്ത്രി പറയുന്നത്. എന്തായാലും നമുക്ക് മറ്റേ അവളെ പൊരിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ശരി. We hear a lot of people asking questions about why this, why that. But let me tell you this. We are 1/6 of the total population of the world, but not 1/6 of the problems of the world.
We have a constitution which guarantees the rights of the people, fundamental rights of the people. We have equal rights for the women of our country, which is very important. In 1947, we gave the freedom to vote for our women. We won the freedom together, and day one itself. Many countries I know, the voting right for women came after several decades after India gave that freedom. This because we believe in equality, we believe in human rights. And what is the best example of human rights? The right to change government, the right to vote. And that is what is happening in India. We are so proud of that. But we have a constitution, as I said, which guarantees the fundamental rights of our people. If anyone whose rights are violated, they have the right to go to court. Some of you are from Indian media. You know how many stories appear. We have how many breaking news coming every day in the evening. At least 200 TV channels in Delhi alone, in English language, in Hindi language, and multiple language. People have no understanding of the scale of India. People have no understanding. They read, one or two news reports published by some godforsaken, ignorant NGOs, and then come and ask questions. Don't worry about it. We are proud to be a democracy. We are a democracy. Actually, if you look at it, let me share something very interesting. India is a democratic society. It is not in 1947 we became democracy. We were a democratic society for centuries, for millennia, and we are proud of that. If you look at it in the history of India, which continues even today, you will see that whenever there was persecution anywhere in the world, they came to India, and Indian society accepted everyone. That is why we have this diversity in India. We embrace the world. We did not eliminate. We did not go for ethnic cleansing, which many countries today have only one religion. Today only have one ethnicity. Why? Their forefathers eliminated the rest of them. That is not how we did it. Okay? We have diversity because we have tolerance. We have diversity because we embrace diversity. Whenever the world has faced problems, we welcome them. Same thing we did for COVID. So I think I explained it enough, no?